നമ്മൾ നാഗാലാൻഡ് യാത്രയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് സുക്കു വാലി ട്രക്കിങ്. കാരണം എന്താ വെച്ചാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ വീഡിയോയിൽ കാണിക്കുന്നത് വെച്ചാൽ സുക്കു വാലിൻ്റെ ഡ്രോൺ ഷോട്ടാണ്, അതായത് സ്കൈ വ്യൂ. സുക്കു വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ നാഗാലാൻഡ് മെയിൻ ഏരിയയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടേക്ക് പോകണം. അത് നമ്മൾ ഓപ്പൺ ജീപ്പിലായിരിക്കും പോകുന്നുണ്ടാവുക. അത് ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഓഫ് റോഡ് തന്നെയാണ്. അത് നമ്മൾ ഏകദേശം ഒരു 1.25 മണിക്കൂർ അങ്ങനെ ഓഫ് റോഡ് റൈഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രക്ക് ചെയ്യാൻ തുടങ്ങേണ്ടത്. ട്രക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂറിന് മുകളിൽ എന്തായാലും ട്രക്കിങ്ങിൻ്റെ ഒരു ടൈം എടുക്കും സാധാരണ ഒരാൾ പോവുകയാണെങ്കിൽ. നിങ്ങളിത് കാണുന്നുണ്ടല്ലോ, ഈ ഡ്രോൺ ഷോട്ട് നോക്കി കഴിഞ്ഞാൽ എത്ര മനോഹരമാണെന്നറിയാം. അതിന് വേറൊരു പ്രത്യേകത കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ കാണുന്നത് വെച്ചാൽ ഈ മലകൾ പോലെ കാണുന്നത് വെച്ചാൽ ഇതെല്ലാം എന്ന് വെച്ചാൽ മുളകളാണ്. അതായത് ഒരു തരം ചെറിയ ചെറിയ നല്ല ഹൈറ്റുള്ളതല്ല, ചെറിയ ചെറിയ മുളകൾ, ബാമ്പു ഇനത്തിൽപ്പെട്ട ചെടികളാണ് ഈ കാണുന്നത് മുഴുവനും. അതാണ് ഈ മലകൾ പോലെ ഇങ്ങനെ നിൽക്കുന്നത്. മനസ്സിലായില്ല? അതായത് മലകൾ തന്നെയാണ് നമ്മൾ താഴത്തെ മുകളിലായിട്ട് വാലിയാണല്ലോ, അതായത് ചെരുവും കുന്നും അങ്ങനെ മാറി മാറി വരുന്നതാണ് കേട്ടോ. ഈ പോകേണ്ട വഴികൾ മാത്രം ഇങ്ങനെ കാണും, ബാക്കിയെല്ലാം ഇങ്ങനെ ഫുള്ള് ഈ ചെടികളാൽ ചുറ്റപ്പെട്ടിരിക്കും കേട്ടോ. അത്രയും മനോഹരമാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സുക്കു വാലിയിൽ അവിടെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. അവിടെ നമ്മൾ പിന്നെയും എന്ത് ചെയ്യുക, രാവിലെ നമുക്ക് പിന്നെയും ട്രക്ക് ചെയ്യാനുണ്ട്. മനസ്സിലായി? രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടില്ലേ മഞ്ഞുണ്ടാവും. അതായത് അവിടെ -2 -3 ഒക്കെയാണ് എന്ത് ചെയ്യുക അവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞ ക്ലൈമറ്റ് നമ്മൾ പോയാലുണ്ടായത്. അപ്പോൾ പുഴയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിച്ചിട്ട് മീൻസ് ഐസായിട്ട് താഴത്തോട്ടാണ് വെള്ളം പോകുന്നത്. നമ്മളവിടെ നിൽക്കുന്നിടയ്ക്കൊക്കെ ഐസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ചെടികൾ, ഈ മുളേൻ്റെ ഈ ഇലകളിലുണ്ടല്ലോ, രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ രാവിലെ തന്നെ പോകണം. ഏകദേശം ഒരു 4 മണി ആ സമയമാകുമ്പോൾ തന്നെ നമുക്ക് അവിടെ സൂര്യനൊക്കെ ഉദിച്ചു തുടങ്ങും, പുലർച്ചയ്ക്ക് 4 മണിക്ക്. അപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഐസിൻ്റെ ഈ തുള്ളികളുണ്ടല്ലോ, മഞ്ഞ് വീണിട്ടുള്ള, അത് ചെടികൾ മുഴുവനായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. എന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, കുറച്ച് ചൂടാകുന്ന സമയത്ത് അത് ഉരുകി ഇങ്ങനെ വീഴും വെള്ളം. അപ്പോൾ ആ വെള്ളം വീഴുന്ന, മഴ പെയ്യുന്ന പോലത്തെ ഒച്ച സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഫുൾ പ്രകൃതിയുടെ സൗണ്ടും ആ ഭംഗിയും നമുക്ക് ഇവിടെ പോയാൽ ആസ്വദിക്കാൻ പറ്റുന്നതായിരിക്കും.